ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ മറ്റൊരു ന്യായീകരണമാണ്, ഇവരുടെ ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്ന മറ്റൊരു ന്യായീകരണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ആ ന്യായീകരണം ഇങ്ങനെയാണ്: കൂട്ടത്തിൽ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവരോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ 13-ാം തീയതി വാദം നടക്കുന്ന സാഹചര്യമാണ്. പലരും മനസ്സിലാക്കിയുള്ളത്, ബഹുമാനപ്പെട്ട കോടതിയിൽ നടക്കുന്ന ഒരു കാര്യം നാളെ തന്നെ ഒരു പോസിറ്റീവായോ നെഗറ്റീവായോ വിധി വരുമെന്നും കാര്യങ്ങൾ തീരുമാനമാവുമെന്നുമുള്ള ചിന്തകളാണ്. അങ്ങനെ കുറേ ഊളകൾ വിശ്വസിക്കുന്നുണ്ട്. 13-ാം തീയതി എല്ലാം ശരിയാവുമെന്നും 14-ാം തീയതി മുതൽ പേ ഔട്ട് ഇങ്ങനെ സിറാന്ന് വരുമെന്നൊക്കെ ചില ഊളകൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പേ ഔട്ട് ഉണ്ടാവില്ല എന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയുള്ളത് കയ്യാമം വെച്ച് അറസ്റ്റ് വരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാവരും നടത്തിക്കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കമ്പനി മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുക എന്നാണ്. അതൊക്കെ ശരിയാണ്. കാര്യങ്ങൾ ഇങ്ങനെ രണ്ടാഴ്ചയും 3 ആഴ്ചയും നീട്ടിവെക്കുന്നത് കമ്പനി തന്നെയാണ്. ഇതൊക്കെ എല്ലാവരും സൂം മീറ്റിങ്ങിൽ കാണുന്നതാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതിയിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കാതെ കാര്യത്തെക്കുറിച്ച് ഇത് തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് കേസുമായി പണത്തിന് വേണ്ടി പോകുന്നവരുടെ കാര്യമാണ്. ഇത് തട്ടിപ്പാണെന്ന് അവരുടെ ബോധ്യത്തിൻ്റെ പുറത്താണ് പറയുന്നത്. ഇത് ഒരുപാട് ഇവരുടെ രീതികളൊക്കെ തട്ടിപ്പാണെന്ന് ഇവരുടെ ഇപ്പോൾ കോടതിയിലെ നിലപാടുകൾ, ഇവരുടെ രേഖകൾ, ഒരു പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യമില്ലാത്തൊരു കമ്പനി, ഇവരുടെ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ ഓഡിറ്റ് ചെയ്യാത്തൊരു കമ്പനി, പൂളിംഗമാണെന്ന് പറഞ്ഞു പറ്റിച്ച ഒരു കമ്പനി, മണി ചെയിൻ ചെയ്തിട്ട് ഇത് പൂളിംഗമാണെന്നും അത് സൂപ്പർ മാർക്കറ്റുകളിലെ ലാഭമാണെന്നും പറഞ്ഞു നടന്നിരുന്ന കമ്പനി, അതിപ്പോൾ പറയുന്നത് നമ്മൾ റൊട്ടേഷൻ ചെയ്യുന്നതാണ്, മണി റൊട്ടേഷനാണ്, അത് കമ്പനിക്ക് ലാഭമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്തു പോകുന്നതാണ് എന്ന് പറയുന്ന കമ്പനി, മണി ചെയിൻ്റെ കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുമെന്ന് പറയുന്ന കമ്പനി, മണി ചെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കമ്പനിയാണ്. മണി ചെയിൻ്റെ കാര്യമുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടാവണമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ക്രിപ്റ്റോ ആയി മാറുമെന്ന് പറഞ്ഞ് ആൾക്കാരെ എടുക്കുന്ന പണം വാങ്ങിയ കമ്പനി, അതിനിപ്പോൾ 1 രൂപ പോലും വിലയില്ലാത്ത ഒരു കമ്പനിയാണ്. ഒരു എക്സ്ചേഞ്ചിൽ പോലും ലിസ്റ്റ് ചെയ്യാത്തൊരു ക്രിപ്റ്റോ ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അത് ക്രിപ്റ്റോ തന്നെയാണോ വെറും പേര് മാത്രമാണോ എന്ന് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജോയിൻ ചെയ്ത ആർക്കും പണം കിട്ടാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെ പലരെയും പ്രലോഭിച്ചുകൊണ്ട് കമ്പനിക്കെതിരെ വാളെടുക്കാൻ പറയുകയാണ്. ആർക്കും പണം കിട്ടരുതെന്നല്ല, കേസ് കൊടുത്താൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നാണ് നമ്മളെ പോലെയുള്ളവർ പറയുന്നത്. ആർക്കും പണം കിട്ടാൻ പാടില്ല, നമ്മുടെ പണം പോകാൻ പാടില്ല എന്നാണ് ലീഡർമാരായ ഓരോ ലീഡറും അവരുടെ സ്വാർത്ഥത കൊണ്ട് അവർ സമ്പാദിച്ചു കൂട്ടിയ പണം നഷ്ടപ്പെടരുത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നുണകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരും കേസിന് പോകരുത്, കേസിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആസ്തി ജപ്തി ചെയ്യും, നമ്മുടെ ആസ്തി ജപ്തി ചെയ്ത് നിങ്ങൾക്ക് തരേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ ആരും കേസിന് പോകരുത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? പണം കിട്ടാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. അവരുടെ ലക്ഷ്യം വാക്കുകളും കമ്പനിയെ തകർക്കുക, എല്ലാവരുടെയും പണം നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമാണ്. ഈ ഒരു തകർന്ന കമ്പനി, അരക്കി വെച്ച് പൂട്ടിയ കമ്പനി ഇനി തകർക്കാനുണ്ടോ? എല്ലാ ഏജൻസികളും കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ്, മണി ചെയിൻ തട്ടിപ്പാണെന്ന് പറഞ്ഞ കമ്പനി, നിയമസഭയിലടക്കം 3000 കോടിയുടെ തട്ടിപ്പാണെന്ന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ കമ്പനി ഇനിയും തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അവർക്ക് വ്യക്തമായിട്ടും അറിയാം, കേസ് കൊടുത്താൽ 10 കൊല്ലം കൊണ്ടൊന്നും കേസ് തീർപ്പായി പണം പൂർണ്ണമായും കിട്ടില്ല എന്ന്. 10 കൊല്ലമൊന്നും വേണ്ട. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത്
ബഡ്സ് കേസാണെങ്കിൽ 6 മാസം കൊണ്ട് തീർപ്പാക്കാനാണ് കോടതി പറയുന്നത്. PMLA ആണെങ്കിൽ അത് 1-2 വർഷങ്ങൾ ചിലപ്പോൾ എടുത്തു എന്ന് വരാം. ബഡ്സ് ആണെങ്കിൽ 180 ഡേയ്സിനിടയ്ക്ക് പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് അതിൽ വ്യവസ്ഥയുള്ളത്. അത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകാം. ഏത് കേസും 10 കൊല്ലമാണെങ്കിൽ ഇവരെങ്ങനെയാണ് 14-ാം തീയതി പേ ഔട്ട് കിട്ടുമെന്ന് പറയുന്നത്? പക്ഷേ ഇവിടെ നമ്മുടെ കമ്പനിയും ലീഡേഴ്സും ജോയിൻ ചെയ്ത ഓരോ വ്യക്തിയും ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിയമപരമായ പോരാട്ടങ്ങളും ഉദ്യോഗസ്ഥരുടെ അന്വേഷണവുമായി സഹകരിക്കുകയും കൂടെ നിന്ന് നിയമത്തെയോ സർക്കാരിനെയോ ഉദ്യോഗസ്ഥരെയോ ആരെയും പ്രകോപിപ്പിക്കാതെ മാന്യമായിട്ടുള്ള മൗനവും ഇടപെടലുകളും നടത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ അവസരത്തിൽ നാളിതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും നാം സ്വയം വിലയിരുത്തുമ്പോൾ പലതും ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. ഒന്നും ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. ഇവരിങ്ങനെ കൊടുത്ത കേസ് പിൻവലിക്കുന്നതും നീട്ടിവെക്കുന്നതുമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വാദം, ഇവരുടെ കമ്പനിയെക്കുറിച്ച് ഒരു വാദം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്താണ് ബിസിനസ് മോഡൽ എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് വാദമാണ് ഇവർക്ക് നടത്താൻ സാധിക്കുക? പ്രാക്ടിക്കലായിട്ട് സർക്കാരിനെയോ ഉദ്യോഗസ്ഥരെയോ ആരെയും പ്രകോപിപ്പിക്കാതെ മാന്യമായിട്ടുള്ള മൗനവും ഇടപെടലുകളും നടത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ അവസരത്തിൽ നാളിതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും നാം സ്വയം വിലയിരുത്തുമ്പോൾ പലതും ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ തന്നെ കേസ് കൊടുക്കുന്നു, നിങ്ങൾ തന്നെ പിൻവലിക്കുന്നു, നിങ്ങൾ തന്നെ നീട്ടിവെക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. പ്രാക്ടിക്കലായിട്ട് നിയമ സംവിധാനത്തിൽ ഉണ്ടാകുന്ന കാലതാമസം മനസ്സിലാക്കി. കാലതാമസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നീട്ടിവെക്കണം സാർ എന്ന് കേസ് വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് കൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അന്നതോടെ കേസ് തീരുമായിരുന്നു വാദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നാലും അത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക. ഒരിക്കലും ഒരു തട്ടിപ്പ് കമ്പനിയും തിരിച്ചു വരില്ല. സ്കാം നടത്താൻ വേണ്ടി തട്ടിക്കൂട്ടിയുണ്ടാക്കിയ കമ്പനിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ബൈ.